ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മുട്ടത്തോട് നമ്മൾ ചെടികളിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അല്ലേ. പക്ഷെ അത് ശരിയായ രീതിയിൽ കൊടുത്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ കാൽസ്യം കാർബണേറ്റ് നമുക്ക് ചെടികൾക്ക് നല്ലോണം ആഗിരണം ചെയ്യാനും അതേപോലെ തന്നെ മണ്ണിലുള്ള ന്യൂട്രിയൻസ് ഒക്കെ ചെടികൾക്ക് കിട്ടുകയും ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കാം. അപ്പോൾ ഇതാ ഞാൻ ഏകദേശം ഒരു 1.5 മാസത്തോടെ ഉള്ളത് ഞാൻ എടുത്തു വെച്ചാണ് കേട്ടോ. ഇത് നന്നായിട്ട് വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം. അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ടൊക്കെ ഒന്ന് പൊടിച്ച് കിട്ടാനും അതുപോലെ ബാഡ് സ്മെല്ലൊന്നും ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതാ ഒരു മിക്സി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മിക്സിയിൽ പൊടിക്കണത് നല്ലതാണ്, പക്ഷേ നമ്മളെ ഇടയിൽ നല്ലോണം നോക്കിയിട്ടൊക്കെ വേണം ഇടാൻ. മിക്സിയിൽ പൊടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ബ്ലേഡ് ഒന്ന് മൂർച്ചയാക്കി കിട്ടും എന്നൊക്കെ ഞാൻ പറയണത് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഒരുപാട് ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എത്രത്തോളം പൊടിച്ചാലും നമുക്കിതിന് ന്യൂട്രിയൻസ് കിട്ടണം വെച്ചാൽ നമ്മളൊരു ട്രിക്ക് നമ്മളിതിൽ ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ട് അതിൻ്റെ കാൽസ്യം നമുക്ക് ചെടികളിൽ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് പൊടിച്ചിട്ട് ഒരു ബോക്സിലാക്കി മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്യുകയാണെന്ന് വെച്ചാൽ 100% നല്ല റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഞാനൊരു 5 സ്പൂണോളം നമ്മൾ മുട്ടത്തോട് പൊടിച്ച് വെച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് എത്രയാണോ ചെടികളുള്ളത് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഏകദേശം ഞാനിത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു 5 സ്പൂണിൽ ഞാൻ 1 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് സുറുക്കയാണ് കേട്ടോ. അത് നമുക്ക് വിനീഗർ എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 1/2 ഗ്ലാസ്സാണ് ഇതിന് വേണ്ടത് കേട്ടോ. അപ്പോൾ 1 ലിറ്റർ വെള്ളമാണോ നിങ്ങൾ എടുക്കണം വെച്ചാൽ ഏകദേശം ഒരു 1/2 ഗ്ലാസ് എടുക്കാം. അപ്പോൾ അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം ഇങ്ങനെ പൊന്തിയിട്ട് പത പോലെയൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷൻ നടക്കണം കേട്ടോ. അപ്പോൾ അത് ഏകദേശം നമുക്കൊരു 5 ദിവസമാണ് നമ്മുടെ ഒരു കണക്ക്. ഏകദേശം നമുക്ക് പെട്ടെന്ന് എടുക്കണമെന്ന് വെച്ചാൽ ഒരു 3 ദിവസമെങ്കിലും ആവണം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 5 ദിവസമൊക്കെ വയ്ക്കുക. നമുക്ക് ഒരുപാട് ദിവസം ആകുമ്പോൾ നമുക്കൊരു ബാഡ് സ്മെല്ല് ഉണ്ടാവും. അപ്പോൾ ഏകദേശം ഒരു 6 ദിവസമൊക്കെ വരെ ഓക്കെ. അതിൽ കൂടുതലാവുമ്പോൾ നമുക്ക് ഒരു ബാഡ് സ്മെല്ലൊക്കെ ആയിട്ട് നമുക്കത് ഒഴിക്കാൻ കുറച്ച് ഒരു ഇഷ്ടക്കേടൊക്കെ വരും കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 5 ദിവസം ആകുമ്പോഴേക്കും നമുക്കിതിൻ്റെ കറക്റ്റായിട്ട് നമുക്കതിൽ കാൽസ്യമൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ആ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടതെന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഏകദേശം ഒരു 5 ദിവസം ഞാൻ മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ 5 ദിവസം മാറ്റി വെച്ചതിന് ശേഷം ഇതെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഏകദേശം ഇതേപോലെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കാൻ വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ഇത് വന്നത് കേട്ടോ. അപ്പോൾ അത് കുഴപ്പമില്ല. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒരു ബക്കറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ഡയറക്റ്റായിട്ട് ഇങ്ങനെ ഒരിക്കലും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മൾ എത്രയാണോ എടുത്തിരിക്കുന്നത് അതിന് ഏകദേശം ഒരു 5 പാത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളം കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. വെള്ളം ഒരുപാട് കമ്മിയായി പോകരുത് കേട്ടോ. കാരണം നമ്മൾ ചെടികളിൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട്, കാരണം നല്ലൊരു ഫെർട്ടിലൈസറാണിത്, കറക്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ കാൽസ്യം നമുക്ക് ചെടികളിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പൊടിച്ചിട്ടിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ദിവസം കൂടി എടുക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണ് വെച്ചാൽ ഏകദേശം പെട്ടെന്ന് തന്നെ നമുക്ക് ചെടികൾക്ക് അതിന് വേണ്ട ന്യൂട്രിയൻസ് എല്ലാം കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ മാത്രമല്ല മണ്ണിലുള്ള ന്യൂട്രിയൻസും കൂടെ നമുക്ക് ചെടികൾക്ക് ആഗിരണം ചെയ്യാനും നല്ലോണം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. പിന്നെ നമുക്ക് ചെടികളിലെ സ്റ്റെമ്പൊക്കെ നല്ലോണം തിക്കായി വളരാനും അതുപോലെ ഇലകളിൽ വരുന്ന ഓരോരോ രോഗങ്ങളൊക്കെ ഇല്ലാതിരിക്കാനും വളരെ ഹെൽത്തി ആയിട്ടും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ കാൽസ്യം കുറവുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട് അല്ലേ. അതേപോലെ തന്നെയാണ് നമുക്ക് ചെടികൾക്കും. അപ്പോൾ ചെടികൾക്കും നമുക്കിതുപോലെ കാൽസ്യം കിട്ടണം വെച്ചാൽ നമ്മൾ ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ബക്കറ്റിലിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ നമുക്ക് പച്ചമുളക്, തക്കാളി അങ്ങനെയുള്ള കാര്യങ്ങൾക്കും അതേപോലെ പൂക്കൾ വരാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഒരുപാട് യൂസാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റെമ്പൊക്കെ നല്ല കട്ടിയായിട്ട് വരികയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല ആരോഗ്യമുള്ള ചെടിയാകും. അതുപോലെ തന്നെ നല്ലോണം ഫ്രൂട്ടൊക്കെ നമുക്ക് കിട്ടാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ.
അപ്പോൾ നമുക്ക് എല്ലാ ചെടികൾക്കും ധൈര്യത്തിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നല്ലോണം മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ വെറുതെ കളയുന്ന ഒന്നാണല്ലേ മുട്ടത്തോട്. പിന്നെ നമുക്ക് സുറുക്കിയൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചൂട് സമയത്തൊക്കെ നമ്മളിതുപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുന്ന ചെടികൾക്ക് ഒരുപാട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏകദേശം രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ മാത്രം ഇത് ചെയ്യാൻ നോക്കുക. അപ്പോൾ പച്ചക്കറി ചെടികൾക്ക് മാത്രമല്ല കേട്ടോ. അപ്പോൾ നമുക്ക് റോസ് ആണെങ്കിലും നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഏതൊരു ചെടികൾക്കും നമുക്കിത് ധൈര്യത്തിൽ ഒഴിച്ചു കൊടുക്കാവുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കയറി നോക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് മാത്രമല്ല ബ്യൂട്ടി ടിപ്സ്, കിച്ചൺ ടിപ്സ്, അങ്ങനെ ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ, അസ്സലാമു അലൈക്കും.